ഹലോ ഫ്രണ്ട്സ്, 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ, മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന ചാപ്റ്ററാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. യൂണിറ്റ് 1, റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ. See how happily these children maintain the vegetable garden. Don't you think the minds also blossom and yield when each plants blossom and yields? ഇവിടെ എന്താ പറയണേ? See how happily these children maintain their vegetable garden. എത്ര ആഹ്ലാദത്തോടു കൂടിയാണ് ആ കുട്ടികൾ പച്ചക്കറിത്തോട്ടം, അവരുടെ വെജിറ്റബിൾ ഗാർഡൻ പരിപാലിക്കുന്നത്. Don't you think their minds also blossom and yield when each plants blossom and yield? ഓരോ ചെടിയും പൂക്കുമ്പോഴും കായ്ക്കുമ്പോഴും അവരുടെ മനസ്സിനും അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു ചെടി വെച്ചിട്ട് അത് പൂക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം നൽകും, അല്ലേ? അപ്പോൾ അതുപോലെയാണ് അവർ വെജിറ്റബിൾ ഗാർഡനിൽ അവർക്ക് വെജിറ്റബിൾസ് ലഭിക്കുമ്പോൾ, അതിൽ നിന്നുള്ള വിള ലഭിക്കുമ്പോൾ, വിളകൾ ലഭിക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഡു യു മെയിൻറ്റെയിൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഇൻ യുവർ സ്കൂൾ ദിസ് വേ? നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ പച്ചക്കറിത്തോട്ടം ഇങ്ങനെ പരിപാലിക്കാറുണ്ടോ? ഡസ് ഇറ്റ് ഈൽഡ് വെൽ ഓൾവേസ്? എപ്പോഴും നിങ്ങൾക്ക് നല്ല വിളവ് ലഭിക്കാറുണ്ടോ? നമുക്കറിയാം, നമ്മളിപ്പോൾ കോവിഡ് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ പോകുവാനോ അവിടെ പച്ചക്കറി കൃഷികളൊക്കെ നടത്തുവാനോ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളായ നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ ഒരു പച്ചക്കറി തോട്ടം വെച്ച് പിടിപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഓക്കെ. Then, a pumpkin vine that sprouted on its own in the backyard of the kitchen was ready to spread. I made a furrow around it, manured and watered it. It grew well, but yielded only 2 or 3 pumpkins. എന്താ അവിടെ പറയണേ? ഒരു കുട്ടി പറയണല്ലേ, എന്താ പറയണേ? അവൻ്റെ കിച്ചൻ്റെ ബാക്ക് സൈഡിൽ ഒരു പംകിൻ വൈൻ, ഒരു മത്തങ്ങ വള്ളി പടർന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഐ മെയ്ഡ് എ ഫെറോ അറൗണ്ട് ഇറ്റ്, മാനോഡ് ആൻഡ് വാട്ടേഡ് ഇറ്റ്. അവനതിന് തടമൊക്കെ എടുത്ത് വളമൊക്കെ ഇട്ട് നന്നായിട്ട് നനച്ചൊക്കെയും കൊടുത്തു. ഇറ്റ് ഗ്രോ വെൽ, അത് നന്നായിട്ട് പടർന്നു. ബട്ട് ഈൽഡ് ഓൺലി 2 or 3 പംകിൻസ്. പക്ഷേ ഈൽഡ്, വിള ഉണ്ടായത് എന്താ? അതും 2 or 3 പംകിന ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവൻ പറയണം. ഡു യു ലിസൺ ദിസ് വാട്ട് ബാബു സെഡ്? നിങ്ങൾ ശ്രദ്ധിച്ചോ ബാബു എന്താ പറഞ്ഞെന്നുള്ളത്? വൈ ഡു യു തിങ്ക് ദ പ്ലാന്റ് ഡിഡ് നോട്ട് പ്രൊഡ്യൂസ് മോർ ഫ്രൂട്ട്സ്? എന്തുകൊണ്ടായിരിക്കാം അതിൽ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാവാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും കൂടുതൽ പംകിൻ ഉണ്ടാവാതിരുന്നത്? ലിസൺ. Nurturing alone is not enough to get more yield. There are another factors to be considered too. നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നർച്ചറിങ് മാത്രം പോരാ, പരിചരണം മാത്രം പോരാ. പിന്നെന്തുണ്ട്? കുറച്ച് ഫാക്ടേഴ്സ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. വാട്ട് ആർ ദേ? എന്തൊക്കെയാണവ? ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണ്, ഫേവറബിൾ ക്ലൈമറ്റ്, അനുകൂലമായ കാലാവസ്ഥ, ക്വാളിറ്റി സീഡ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും വേണം, അല്ലേ? നമ്മൾ നല്ലൊരു ചെടിയുടെ വിത്ത് ഇട്ടാൽ മാത്രമേ നല്ല ചെടി നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. വിത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വിത്ത് ഗുണം 10 ഗുണം. അതായത് വിത്ത് നന്നായാലാണ് അതിൽ നിന്നുള്ള നല്ല തൈകൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, എല്ലാ ചെടികളും വിത്തിൽ നിന്നല്ല മുളയ്ക്കുന്നത്. നമുക്കറിയാം, ചിലതൊക്കെ നമ്മൾ കൊമ്പൊക്കെ കുത്തും, അല്ലെങ്കിൽ നടീൽ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് കുത്തും. അപ്പോൾ അങ്ങനത്തെ നടീൽ വസ്തുക്കളും പ്ലാന്റിംഗ് മെറ്റീരിയൽസും എന്തായിരിക്കണം? ഗുഡ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്, സീഡ് ക്വാളിറ്റി, വിത്ത് ഗുണം. എ സിംഗിൾ പ്ലാന്റ് yields plenty ഓഫ് സീഡ്സ്. ഒരു സസ്യത്തിൽ നിന്ന് ധാരാളം വിത്തുകൾ നമുക്ക് ലഭിക്കും. ആർ ഓൾ സീഡ്സ് സ്യൂട്ടബിൾ ഫോർ ഫാമിംഗ്? അതിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സീഡ്സും നമുക്ക് ഫാമിങ്ങിന് സൂട്ടബിൾ ആണോ? കൃഷിക്ക് അനുയോജ്യമാണോ? വൈ ഡു യു തിങ്ക് ദ പംകിൻ ദാറ്റ് ഗ്രോ ഇൻ ദ കിച്ചൺ യാർഡ് ഡിഡ് നോട്ട് പ്രൊഡ്യൂസ് മച്ച്? എന്തുകൊണ്ടാണ് ബാബുവിടെ പറഞ്ഞത് ബാബുവിൻ്റെ കിച്ചൻ്റെ ബാക്കിൽ നിന്ന പംകിൻ ചെടിയിൽ നിന്ന് അധികം വേണ്ടത്ര മത്തൻ ലഭിച്ചില്ല എന്ന്? ഡു യു റിയലൈസ് ദാറ്റ് ഓൾ സീഡ്സ് മസ്റ്റ് നോട്ട് ഹാവ് ദ സെയിം ക്വാളിറ്റി? മുളച്ച് വന്ന വിത്ത് ഗുണമേന്മ ഉള്ളതാവണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഗുണമേന്മയുള്ള ചെടികൾ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ബാബു പരിചരിച്ച മത്തൻ തൈ നല്ല കുരു വീണതായിരിക്കുമോ? നല്ല വിത്തായിരിക്കുമോ വീണിരിക്കുക? ആയിരിക്കില്ല, അല്ലേ? ഓക്കെ. What are the factors to be considered while selecting seeds from a plant? നമ്മളൊരു ചെടി
നിന്ന് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയണത്. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്, നോട്ട് ദ ഡിഫറൻസസ്. അവിടെ തന്നിരിക്കുന്ന പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസസ് ഒന്ന് ശ്രദ്ധിക്കൂ. വിച്ച് ഹാസ് മോർ ഈൽഡ്, ഏതിലാണ് കൂടുതൽ ഈൽഡ് ലഭിക്കുന്നത്, ഫലങ്ങൾ ലഭിക്കുന്നത്? ഫസ്റ്റ് പിക്ചറാണോ സെക്കൻഡ് പിക്ചറാണോ? ഓക്കെ, ഫസ്റ്റ് പിക്ചറാണല്ലേ. ക്യാൻ സീഡ് ബി കളക്റ്റഡ് ഫ്രം ദ ഡിസീസ്ഡ് പ്ലാന്റ്. നമുക്ക് ഡിസീസ്ഡ് പ്ലാന്റ്, രോഗബാധയുള്ള ചെടിയിൽ നിന്ന് സീഡ് കളക്ട് ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും? രോഗബാധ, ചെടി കേടായ ചെടിയിൽ നിന്ന് നമ്മൾ സീഡ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ഉഷാറുള്ള ചെടികളൊന്നും ആയിരിക്കില്ല അതിൽ നിന്ന് മുളച്ച് വരുന്നത് അല്ലേ. ഓക്കെ, then have you noticed that fruits are formed in a plant at different stages of its life? Which stages is suitable for collecting seed? The first formed, mid formed, or those formed at the end of its growing stage? ഒരു ചെടിയിൽ നിന്ന് ഏത് സമയത്തുണ്ടാകുന്ന കായ്കളാണ്, സീഡ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ആദ്യം ഉണ്ടാകുന്നതാണോ, ഇടയ്ക്ക് ഉണ്ടാകുന്നതാണോ, അവസാനം ഉണ്ടാകുന്ന സീഡ്സാണോ? ഏത് സമയത്തുണ്ടാകുന്ന കായ്കളാണ് വിത്തിന് അനുയോജ്യം? വിത്ത് നമുക്ക് എടുക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമുള്ളത് മിഡ് ടേം ആണ്, മധ്യകാലത്ത് ഉണ്ടാകുന്ന ഫലങ്ങളിൽ നിന്നാണ്. Try to write down the qualities essential for a plant from which seeds are collected. വിത്ത് ശേഖരിക്കുന്ന സസ്യങ്ങൾക്കുണ്ടായിരിക്കുന്ന ഗുണങ്ങളൊന്ന് കളക്ട് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. There may be many crops cultivated in your locality. Observe how any 2 or 3 varieties of seeds are collected and stored and note it down in your science diary. നിങ്ങളുടെ പ്രദേശത്ത് പലതരത്തിലുള്ള വിളകളും കൃഷി ചെയ്യുന്നുണ്ടാവും. അതിൽ 2 or 3 ഇനങ്ങളുടെ വിത്ത് ശേഖരിച്ച് സൂക്ഷിച്ച് വെച്ച് എങ്ങനെയാണ് വിത്ത് ശേഖരിക്കുന്നതെന്നും സൂക്ഷിച്ച് വെക്കുന്നതെന്നും നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. Sowing and sprouting. It is easy to select good quality seeds from plants like lady's finger and pea. How will you select quality seeds from the plants that have smaller seeds than the above? In the case of brinjal, good seedlings are transplanted after sowing and sprouting seeds. ഇവിടെ എന്താ പറയണേ? നമ്മുടെ ലേഡീസ് ഫിംഗറും പയറും പോലെയുള്ള വിത്തുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ വെണ്ട, പയർ അതുപോലെയുള്ള ചെടികളിൽ വിത്തുകൾ കുറച്ച് വലുതാണ്. അപ്പോൾ അതിൽ നമുക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ അതിനേക്കാൾ ചെറിയ വിത്തുള്ള നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചീര, അതുപോലെ തന്നെ ചില്ലി, മുളക്, അതൊക്കെ നമുക്ക് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിത്തുകൾ നമ്മൾ എന്താ ചെയ്യുക? വിത്ത് പാകി മുളപ്പിച്ചതിന് ശേഷമാണ് അതിൽ നല്ല തൈകൾ നമ്മൾ പറിച്ച് നടുകയാണ് ചെയ്യണത്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ബ്രിഞ്ചാൾ, ഗുഡ് സീഡ്ലിങ്സ് ആർ ട്രാൻസ്പ്ലാന്റഡ് ആഫ്റ്റർ സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ് സീഡ്സ്. സീഡുകൾ വിത്ത് മുളച്ചതിന് ശേഷം അതിൽ വരുന്ന ചെടികളിൽ നല്ല കരുത്തുള്ള ചെടികളെ നമ്മൾ എന്ത് ചെയ്യും? നല്ല തൈകളായിട്ട് അതിനെ എന്താ പറയുക, പറിച്ച് നടും. അങ്ങനെ നടണ ഒരു രീതി കൂടിയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ വിവരിച്ചേക്കുന്നത്. ക്യാൻ യു ഫൈൻഡ് മോർ എക്സാമ്പിൾ ഫോർ സീഡ്ലിംഗ് ദാറ്റ് ആർ ട്രാൻസ്പ്ലാന്റഡ് ആൻഡ് സീഡ്ലിംഗ് ദാറ്റ് ആർ നോട്ട്? ക്ലാസിഫൈ ദം ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. നിങ്ങൾക്കുള്ളൊരു ആക്ടിവിറ്റിയാണ്. അതായത് നമ്മൾ തൈകൾ പറിച്ച് നടുന്നവയും വിത്ത് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കുന്നതുമായ ചെടികളെ കണ്ടുപിടിച്ച് നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം. Next topic is stem cutting. Aren't you familiar with plants that germinate from seeds and those that sprout from the other parts? വിത്ത് മുളച്ചുണ്ടാവുന്ന നമ്മൾ സസ്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തണ്ടുകൾ മുറിച്ച് നമ്മൾ സസ്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്കറിയാം റോസ് നമ്മളെങ്ങനെയാണ് ചെടി റോസ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കണത്? ഒരു റോസ് ചെടിയിൽ നിന്ന് അതിൻ്റെ തണ്ട് നമ്മൾ മുറിച്ച് വേറൊരു ചട്ടിയിൽ കുഴിച്ചിടും. അത് കുറച്ച് കഴിയുമ്പോൾ അത് പൊടിച്ചു വരണത് കാണാം. അങ്ങനെയാണ് നമ്മൾ തണ്ടുകളാണ്, സ്റ്റെം കട്ടിങ്ങിലൂടെയാണ് നമ്മൾ റോസൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയും നമ്മൾ വിത്ത് മുളച്ചുണ്ടാകുന്ന സസ്യങ്ങളും അതുപോലെ തന്നെ സസ്യങ്ങളുടെ മറ്റ് ഭാഗങ്ങൾ മുളച്ചുണ്ടാകുന്ന സസ്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയണത് എന്തെന്നാ? The formation of seedling from seeds is by sexual reproduction. The formation of new plantlets from
part like root, stem and leaves is called vegetative propagation. എന്താ ഇവിടെ പറയണത്? അതായത് സീഡിൽ നിന്ന്, വിത്തിൽ നിന്ന് പുതിയ സീഡ്ലിങ്സ് ഉണ്ടാകുന്നതാണ്. ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം സീഡ്സിൽ നിന്ന്, വിത്തിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ പറയണതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയണത്. അതുപോലെ തന്നെ പാർട്സ് ഓഫ് പ്ലാന്റ്സിൻ്റെ പാർട്ടുകളിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ റൂട്ട്, സ്റ്റെം, ലീഫ് ഇതൊക്കെയും കുഴിച്ചിട്ടിട്ട് പുതിയ പ്ലാന്റുകൾ ഉണ്ടാവുന്നതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പോൾ 2 ടൈപ്സ് ഓഫ് ആണ് ഉള്ളത് ഇവിടെ പറയണത്. അത് സെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും. അപ്പോൾ 2 ടൈപ്പാണ് ഇവിടെ പറയുന്നത്. ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്കൻഡ് വൺ ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ടാപ്പിയോക്കോ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ ആർ കൾട്ടിവേറ്റഡ് ബൈ പ്ലാന്റിങ് സ്റ്റെം കട്ടിങ്സ്. നമുക്കറിയാം ടാപ്പിയോക്കയും സ്വീറ്റ് പൊട്ടറ്റോയൊക്കെ നമ്മൾ സ്റ്റെമ്മ് മുറിച്ചിട്ടാണ്, തണ്ട് മുറിച്ചിട്ടാണ് നടുന്നത്. നമുക്കറിയാലോ മരച്ചീനിയുടെയൊക്കെ കൊമ്പ് അല്ലേ, കൊള്ളിയുടെയൊക്കെ കൊമ്പ് കുഴിച്ചിട്ടിട്ടല്ലേ നമ്മൾ പുതിയ ചെടി ഉണ്ടാക്കണേ. അതുപോലെ തന്നെ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Find out more examples for plants formed through sexual reproduction and vegetative propagation. This is an activity for you. That is, the 2 columns are given here, sexual reproduction and vegetative propagation. You have to find out more plants through sexual reproduction and vegetative പ്രൊപ്പഗേഷൻ. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന സസ്യങ്ങളെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാകുന്ന സസ്യങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ടത് ടാബ്ലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ.